ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചകളിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുമെന്നും ഇന്ന് ചേരുന്ന കേന്ദ്ര മന്ത്രിസഭായോഗം ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര സൈനികർക്ക് കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ച് പാർലമെന്റ്. അസം പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 47ആയി. ഗുജറാത്തിലും ജമ്മുവിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ഇറാനെതിരെ 13ാം ദിനവും ആക്രമണം തുടർന്ന് അമേരിക്ക. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നു. അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റ ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ്. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചകളിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുമെന്നും ഇക്കാര്യം ഇന്ന് ചേരുന്ന കേന്ദ്ര മന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതു സംബന്ധിച്ച ബിൽ പാർലമെന്റിൽ ഉടൻ തന്നെ പാസാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വീഡിയോ സന്ദേശത്തിലൂടെ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചകളുമായി ബന്ധപ്പെട്ട് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സംബന്ധിച്ച കരട് നിർദ്ദേശങ്ങൾ വിവിധ വകുപ്പുകൾ ഇന്നലെ രാത്രി തന്നെ സമർപ്പിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 2.5 മാസത്തിനിടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതെ പുനഃപരീക്ഷകൾ ഉടനടി നടത്തുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാവിലെ സമ്മേളന നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. തുടർന്ന് 12 മണിവരെ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയായിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചയിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം രാജ്യത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ സുപ്രധാന നാഴികക്കല്ലാണെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ നടപടി സഹായിക്കുമെന്നും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരായ ശക്തമായ മുന്നറിയിപ്പായി ഇത് മാറുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള തീരുമാനത്തെ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളും പ്രശംസിച്ചു. കേസുകൾ അതിവേഗം തീർപ്പാക്കി യുവാക്കൾക്ക് नीति उറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. कल जो प्रधानमंत्री जी ने निर्णय लिया कि पेपर लीक से संबंधित जो मामले अदालतों में लंबित हैं, चल रहे हैं, उनकी सुनवाई हम स्पेशली डेजिग्नेटेड फास्ट ट्रैक कोर्ट गठित करके करवाएंगे, जिससे डे टू डे बेसिस पे सुनवाई होगी, स्पीडी ट्रायल होगा और टाइम बाउंड इन्वेस्टिगेशन होगा, तो युवाओं को न्याय मिलेगा. ये बहुत बड़ा निर्णय है. उसी प्रक्रिया में कल दिन भर ये चर्चा चलती रही. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. റൌസ് അവന്യൂ കോടതിയിൽ പ്രവർത്തിക്കുന്ന ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ അനു ഗ്രോവർ ബാലിഗയെ ആണ് ജഡ്ജിയായി നിയോഗിച്ചത്. ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് നടപടി. നിരാഹാര സമരം അവസാനിപ്പിക്കാനുള്ള സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ തീരുമാനം വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയിലുള്ള വിശ്വാസത്തിന്റെ തെളിവാണെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും രാജ്യത്തെ യുവാക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം സോനം വാങ്ചുക് ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ കേന്ദ്രമന്ത്രി ജെ.പി. നഡ്ഡ, ജിതേന്ദ്ര സിംഗ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രിയാണ് അവസാനിപ്പിച്ചത്. കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര രക്തസാക്ഷികളുടെ അചഞ്ചലമായ ധീരതയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് പാർലമെന്റ്. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ അതിർത്തികൾ കാത്തുസൂക്ഷിക്കാൻ ജീവൻ ബലി നൽകിയ ധീര സൈനികരുടെ സ്മരണ പുതുക്കുന്നതിനായി എല്ലാ വർഷവും ജൂലൈ 26-നാണ് കാർഗിൽ ദിവസ് ആചരിക്കുന്നത്. രാജ്യത്തിന്റെ ഐക്യം, പരമാധികാരം എന്നിവ കാത്തുസൂക്ഷിക്കാനുള്ള നമ്മുടെ പ്രതിബദ്ധതയെ ഓർമ്മിപ്പിക്കുന്നതാണ് കാർഗിൽ വിജയ് ദിവസ് എന്നും കാർഗിൽ ധീര യോദ്ധാക്കൾ രാജ്യത്തിന് എക്കാലവും മാതൃകയാണെന്നും രാജ്യസഭാ അധ്യക്ഷൻ സി.പി. രാധാകൃഷ്ണൻ അനുസ്മരിച്ചു. കാർഗിൽ വിജയ് ദിവസ് രാജ്യത്തെ സൈനികരുടെ ത്യാഗത്തെയും ധീരതയെയും സ്മരിക്കുന്നതിനുള്ള ദിവസമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു.
ये दिन हमारे भारतीय सशस्त्र बलों के आत्मविश्वास, अप्रतिम शौर्य और सर्वोच्च बलिदान का प्रतीक है। ये सभा भारतीय सशस्त्र बलों के उन वीर जवानों को श्रद्धापूर्वक नमन करती है, जिन्होंने अत्यधिक दुर्गम पर्वतीय क्षेत्रों, विषम परिस्थितियों और प्रतिकूल मौसम की परवाह न करते हुए अद्वितीय वीरता और अटूट संकल्प का परिचय दिया और अपना सर्वोच्च बलिदान देकर देश की अखंडता और संप्रभुता की रक्षा की। ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. റൊമാനിയയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയൻ പ്രധാനമന്ത്രി ഇലിയെ ബോലോജാനുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ റൊമാനിയ വ്യാപാര ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങൾക്ക് ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെയാണ് 23ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമായത്. മാർച്ച് പാസ്റ്റിൽ 126 അംഗ ഇന്ത്യൻ സംഘത്തെ മീരാഭായ് ചാനുവും ലൊവ്ലിന ബോർഗോഹെയ്നുമാണ് നയിച്ചത്. 10 ദിവസത്തെ മത്സരങ്ങളിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. അസം പ്രളയത്തിൽ ഇന്നലെ 6 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ മരിച്ചവരുടെ എണ്ണം 47ആയി. 11 ജില്ലകളിലായി 7 ലക്ഷത്തിലധികം പേരായാണ് പ്രളയം ബാധിച്ചത്. ഗുജറാത്തിൽ 2 ദിവസമായി തുടരുന്ന കനത്ത മഴ അഹമ്മദാബാദിലും സൂറത്തിലുമടക്കം ജനജീവിതം ദുരിതത്തിലാക്കി. നവ്സാരി, വൽസാദ് മേഖലകളിൽ നദികൾ കരകവിഞ്ഞ് പ്രളയ സമാന അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ജമ്മുകാശ്മീരിൽ 3 ദിവസമായി തുടരുന്ന ശക്തമായ മഴ ജമ്മു ഡിവിഷനിൽ മേഘവിസ്ഫോടനത്തിനും അതിവേഗ പ്രളയത്തിനും കാരണമായി. ജമ്മു ശ്രീനഗർ ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ്. ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ ഉത്തരവിറക്കി. LDF സർക്കാരിന്റെ നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസ് റിപ്പോർട്ടിൽ അട്ടിമറി നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. കാട്ടാന ഭീഷണിയിൽ ഇടുക്കി ശാന്തൻപാറയും പരിസര പ്രദേശങ്ങളും. ആനയിറങ്കലിൽ ചക്കക്കൊമ്പൻ വീണ്ടും റേഷൻ കട തകർത്തു. തുടർച്ചയായി 12ാം തവണയാണ് ഈ റേഷൻ കടയ്ക്ക് നേരെ കാട്ടാന ആക്രമണമുണ്ടാകുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. കഴിഞ്ഞ രാത്രി 9:30 മുതൽ പ്രദേശത്ത് കാട്ടാനയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. നാട്ടുകാർ ചേർന്ന് ആനയെ തുരത്തുകയും ചെയ്തു. എന്നാൽ പുലർച്ചെയോടെ വീണ്ടും എത്തിയ കാട്ടുകൊമ്പൻ ആക്രമണം നടത്തുകയായിരുന്നു. റേഷൻ കട കൂടാതെ തൊഴിലാളി ലയത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കടയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. നിരന്തരം കാട്ടാന ശല്യമുണ്ടാകുന്ന ആനയിറങ്കലിൽ വനംവകുപ്പിന്റെയോ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെയോ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന് ആരോപണമുണ്ട്. റേഷൻ കട 12 തവണ തകർക്കപ്പെട്ടിട്ടും ശാശ്വതമായ ഒരു സുരക്ഷാ സംവിധാനമൊരുക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. അടിയന്തര ഇടപെടൽ വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇറാനിൽ തുടർച്ചയായ 13ാം രാത്രിയും ആക്രമണം തുടർന്ന് അമേരിക്ക. യമനിലെ ഹൂതി വിമതർ ചെങ്കടലിൽ 2 സൗദി എണ്ണ കപ്പലുകൾ ആക്രമിച്ചതിന് പിന്നാലെ US ഇറാനിൽ ആക്രമണം ശക്തിപ്പെടുത്തുകയാണ്. പശ്ചിമേഷ്യൻ സാഹചര്യം രൂക്ഷമായതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർധന തുടരുകയാണ്. $100 മുകളിലെത്തിയ ബ്രന്റ് ക്രൂഡ് വില നിലവിൽ $98, WTI ക്രൂഡ് വില ബാരലിന് $90. 5 തവണ ലോക ചാമ്പ്യനായ ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ് അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റു. നിലവിലെ ഫിഡെ പ്രസിഡന്റ് റഷ്യയുടെ ആർക്കാദി ദ്രോർക്കോവിച്ചിനെ യൂറോപ്യൻ യൂണിയൻ ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനെ തുടർന്നാണ് നേതൃമാറ്റം. സ്വിസ് യൂറോപ്യൻ യൂണിയൻ നിയമപ്രകാരമുള്ള നിയന്ത്രണങ്ങൾ ദ്രോർക്കോവിച്ചിനുമേൽ നിലനിൽക്കുന്നിടത്തോളം കാലം ആനന്ദ് ഇടക്കാല പ്രസിഡന്റായി ചുമതലകൾ വഹിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 233 പോയിന്റ് താഴ്ന്ന് 76,157-ലും നിഫ്റ്റി 69 പോയിന്റ് നഷ്ടത്തിൽ 23,799-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,360 രൂപ താഴ്ന്ന് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്കുള്ള രഥങ്ങളുടെ മടക്കയാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ജനലക്ഷങ്ങൾ ക്ഷേത്ര നഗരിയിലെത്തി. ശ്രീ ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ നിന്നാണ് രഥങ്ങൾ ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചകളിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുമെന്നും ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര സൈനികർക്ക് കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ച് പാർലമെന്റ്. അസം പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 47ആയി. ഗുജറാത്തിലും ജമ്മുവിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ഇറാനെതിരെ 13ാം ദിനവും ആക്രമണം തുടർന്ന് അമേരിക്ക. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നു. അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റ ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ്.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.